നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ADHD എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഓക്കെ, ഈ ഒരു അസുഖം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ, നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ ഓപ്പൺ ആയിട്ട് ഒരു പൊതുവേദിയിൽ വെച്ച് കുട്ടികളുടെ പരിപാടിയാണ്, അതിൽ വെച്ചിട്ട് തുറന്നു പറയുകയുണ്ടായി ആൾക്ക് 41ാമത്തെ വയസ്സിൽ ഈ ഒരു ADHD എന്ന് പറയുന്ന അസുഖം ഡയഗ്നോസ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അപ്പോഴാണ് ഇത് ഒരുപാട് ആളുകളിൽ ഇതെന്ത് രോഗമാണ്, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണോ എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത് അറിയാനുള്ള ഒരു താല്പര്യം വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. ഇതെന്താണ്, അതുപോലെ തന്നെ ഇത് കുട്ടികളിൽ മാത്രമാണോ കാണപ്പെടുന്നത് അല്ലെങ്കിൽ മുതിർന്നവരിലും ഇത് വരുമോ, അതുപോലെ തന്നെ നമുക്ക് ഇത് എന്തൊക്കെ സിംറ്റംസ് ആണ് ഇത് കാണിക്കുന്നത്, അതേപോലെ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത് വരാനുള്ള കാരണം എന്താണ്, ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് കഴിയും, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ADHD എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് കേട്ടോ. അപ്പൊ ഇത് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം പഠനങ്ങൾ പറയുന്നത് ഒരു 30% ആളുകളിൽ ഈ ഒരു ട്രേറ്റ് അല്ലെങ്കിൽ ഈ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ലെവൽ അല്ലെങ്കിൽ ആ സ്റ്റേജസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ വളരെ മൈനർ ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്, ഒരു മോഡറേറ്റ് റേഞ്ചിലുണ്ട്, അതേപോലെ തന്നെ സിവിയറിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ സിവിയർ കണ്ടീഷൻസിലും വരാറുണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ രോഗം എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ അറിയണം അല്ലെ. അപ്പൊ ഈ രോഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും ഇത് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത് ഒരു 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു സംഭവം കാണപ്പെടുന്നത്. അപ്പൊ ഇത് നാഡീ വളർച്ചയിൽ ഉണ്ടാകുന്ന ഒരു വൈകല്യത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുട്ടികളിൽ മാത്രമാണോ കണ്ടുവരുന്നത്? അല്ല, ഇത് മുതിർന്നവരിലും നമുക്ക് കാണാം. പക്ഷെ മുതിർന്ന ഇപ്പോ എക്സാമ്പിൾ ഫഹദ് ഫാസിലിന്റെ കാര്യത്തിലൊക്കെ തുടക്കത്തിലേ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഒരു 41 വയസ്സിലായിരിക്കാം അത് കൂടുതലായിട്ട് അതിന്റെ പാരമ്യത്തിൽ അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് അതിന്റെ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് അത് ഡയഗ്നോസ് ചെയ്യാതെ പോയത് ആ സമയത്ത്. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ഇതിനെന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ചെറിയ കുട്ടികളിൽ പറയുകയാണെങ്കിൽ ശ്രദ്ധക്കുറവ്, ഒരു കാര്യത്തിനോട് ശ്രദ്ധയില്ലായ്മ. ഇപ്പൊ നമ്മള് കുട്ടിയെ എന്തെങ്കിലും ഇപ്പോ മാത്സ് പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ സയൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്ക് അതിൽ ശ്രദ്ധിക്കാൻ ആയിട്ട് ഒരു താല്പര്യമില്ല. ഇനി ലാംഗ്വേജസ് പഠിപ്പിക്കുകയാണെങ്കിലും കുട്ടി കാര്യം എന്ത് പഠിപ്പിക്കുകയാണെങ്കിലും കുഞ്ഞ് അത് ശ്രദ്ധിക്കാതിരിക്കുക. ഇനി എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാണിക്കുകയാണെങ്കിലും കുഞ്ഞിന് അതിനോടൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത രീതിയിൽ കുഞ്ഞ് വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ കുഞ്ഞിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ആളുകൾ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനിൽ പലപ്പോഴും എല്ലാവരും വന്ന് അതിൽ ജോയിൻ ചെയ്യുകയാണ് കൂടുതലായിട്ടും ചെയ്യുക. ചില ആളുകൾ അത് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാം. അത് ഇതിന്റെ ഒരു സിംറ്റം ആണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ഒരു സിംറ്റം ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്ത് റിപ്പീറ്റ് അതായത് നമ്മൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു, മോനെ അല്ലെങ്കിൽ മോളെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുക, സെയിം പ്രവൃത്തി തന്നെ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു സിംറ്റം ആണ്. പിന്നെ വരുന്നത് പരിസരം മറന്ന് വികൃതികൾ കാണിക്കാം. കുട്ടികളാണ് പറയുന്നത്. അപ്പൊ ഇവര് വികൃതി കാണിക്കുന്നത് ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ മാന്യത എന്ന് പറയുക അവിടുത്തെ ഒരു മാനേഴ്സ് ഉണ്ടല്ലോ, അത് മറന്ന് അവർ പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ ചെറിയ കുട്ടികളിലൊക്കെയാണ് നമ്മളിത് പെട്ടെന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരവിടെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കണം. മുതിർന്നവരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറവി, ഇപ്പൊ എന്തെങ്കിലും പെൻസിലോ പേനയോ അല്ലെങ്കിൽ റബ്ബറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സോ അല്ലെങ്കിൽ അവർ കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ എന്തെങ്കിലുമൊക്കെ അവർ മറന്നു വെക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുഞ്ഞ് വരുന്നു, ഡെയിലി ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ മറക്കുന്ന അല്ല പറയുന്നത്, ഡെയിലി ഇങ്ങനെ മറന്ന് അവർ തിരിച്ചു വരികയും അവർക്കത് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. ആ രീതിയിലേക്കൊക്കെ കുഞ്ഞ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിന്റെ ഒരു സിംറ്റം ആണ്. പിന്നെ വരുന്നത് കാലും കൈയും എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്കൊരു കുറച്ചു നേരം കൂടി സാറ്റിസ്ഫാക്ഷൻ ആയിട്ടോ ഒറ്റയ്ക്കിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒറ്റയ്ക്കിരിക്കാൻ ഇൻ ദ സെൻസ് നമുക്കത് വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. ഒറ്റയ്ക്കിരിക്കാനല്ല, വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് എപ്പോഴും കാലും കൈയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ADHDയുടെ ഒരു ലക്ഷണമാണ് കേട്ടോ.
അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇവര് അക്കാദമിക്കലി പൂർ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവരെ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് കുഞ്ഞിന് പഠിക്കുന്നതൊന്നും മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റാത്തത്, അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ കുഞ്ഞ് മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴാണ് നമ്മളിത് പാരന്റ്സും അതുപോലെ ടീച്ചേഴ്സും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കുറുമ്പ് കുസൃതിയൊക്കെ നമ്മൾ ഈ പരിസരം മറന്ന് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ പാരന്റ്സും വഴക്ക് പറയും അല്ലെ. അപ്പൊ വഴക്ക് പറയുമ്പോൾ അത് ഈ ഒരു പ്രശ്നം കൂടുകയാണ് ചെയ്യുക, ഒരിക്കലും ഇത് കുറയില്ല. അപ്പൊ വഴക്ക് പറയുക, പിന്നെ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുക, അതേപോലെ തന്നെ കുട്ടീനെ തല്ലുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുക, മനസ്സിലായോ? അതേപോലത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് കുറച്ചും കൂടി കൂടുതൽ ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുന്നത്, അതൊരിക്കലും കുറയില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം നമ്മുടെ വളരും തോറും, അതായത് ഒരു അഡൽട്ട്ഹുഡിലേക്ക് നമ്മൾ കടക്കും തോറും ഈ പ്രശ്നങ്ങൾ കുറയുമെങ്കിലും ഇത്തരം ADHD പോലത്തെ ഇഷ്യൂസ്, ചില സിംറ്റംസ് ഒക്കെ അവര് ഈ കൈയും കാലും ആട്ടുന്ന ആ ഒരു ഇതൊക്കെ, അതുപോലെ എടുത്തുചാട്ടം, അതുപോലെ വികൃതി, ഈ കാണിക്കുന്ന ഡിസ്റ്റർബൻസ് ഒക്കെ ഇത് അവർക്ക് അഡൽട്ട്ഹുഡിലും ഉണ്ടാകും. പക്ഷെ ചൈൽഡ്ഹുഡിനെ അപേക്ഷിച്ച് കുറെയൊക്കെ അവർക്ക് കൺട്രോള് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതേപോലെ ഇതിന് എന്തൊക്കെ ചികിത്സാ രീതികളാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ബിഹേവിയറൽ തെറാപ്പീസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ സൈക്കോളജിക്കൽ തെറാപ്പീസ്, കൗൺസിലിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത്തരം ഒരു അവസ്ഥയിൽ പോകുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ കുഞ്ഞ് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അത് അപ്രിഷിയേറ്റ് ചെയ്യുക. അതായത് നീ ഇത് ചെയ്തത് നന്നായിട്ടുണ്ട് എന്നുള്ളത് അവരോട് തുറന്ന് സംസാരിക്കുക. അതേപോലെ തന്നെ ചെറിയ വയസ്സിലാണെങ്കിലും അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി, ചെറിയ വയസ്സാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ വഴക്ക് പറയാതെ അവർക്ക് നീ ചെയ്തത് ഇതുകൊണ്ടാണ് ഇത് മിസ്റ്റേക്ക് വന്നത്, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർ ചിലപ്പോൾ അത് കേൾക്കാതിരിക്കാം, പക്ഷെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ കാരണം എന്ന് ചോദിക്കുന്നത് പലരും ചോദിക്കാറുണ്ട്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ADHD എന്ന് പറയുന്ന അസുഖം? ഇത് വരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ പ്രഗ്നൻസി സമയത്ത് കുട്ടികൾ അല്ലെങ്കിൽ അമ്മമാർ അനുഭവിക്കുന്ന ചില മാനസികമായിട്ടുള്ള പ്രഷർ, അതുകൊണ്ട് ഈ ഒരു ADHD എന്ന് പറയുന്ന ADHD മാത്രമല്ല ഒരുപാട് അസുഖങ്ങൾ ഈ പ്രഗ്നൻസി സമയത്ത് അമ്മമാർ അനുഭവിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ, അതായത് ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇത് കണ്ട് കുട്ടി ഇങ്ങനെ കുറെ നാള് ഇത് കണ്ട് വളരുന്ന ഒരു കുട്ടിക്ക് മേ ബി ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ADHD. അപ്പോൾ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ആയുർവേദ രീതിയിൽ നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. നമുക്ക് ധ്യാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കൃത്യമായിട്ടുള്ള ഈ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അങ്ങനത്തെ ഓയിലി കൈൻഡ് ഓഫ് ഫുഡ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇത് അവോയ്ഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് ഇത് തടയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോകുക. അതായത് കുട്ടികൾക്ക് ഇത്രയും നേരം എക്സസൈസ് ചെയ്യാനായിട്ട് അവർക്കൊരു ടൈം കൊടുക്കുക, ഇത്ര നേരം കളിക്കാനുള്ള ടൈം കൊടുക്കുക, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പഠിക്കാനുള്ള ടൈം കൊടുക്കുക, മനസ്സിലായോ? അങ്ങനെ ആ രീതിയിൽ അവരെ അതുപോലെ ഒരു സമയം നമ്മുടെ റൂം ക്ലീൻ ചെയ്യുക, അതേപോലെ അങ്ങനെ ഒരു ടൈമിങ്ങോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ ടൈം മാനേജ്മെന്റോട് കൂടി പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു പരിധി വരെ കുട്ടികൾക്ക് നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാനിങ്ങോടെ കൂടെ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ ADHD ഉള്ള കുട്ടികൾക്ക് ടൈം മാനേജ്മെന്റ് വളരെ പ്രശ്നമായിരിക്കും. അവർക്ക് അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും അത് ചെയ്യാനും ഒക്കെ അവർക്ക് ഇതിലൂടെ സാധിക്കും. അപ്പൊ മൈൽഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഒരുപാട് പെട്ടെന്ന് തന്നെ ഇവർക്ക് ഇപ്പൊ ഷോപ്പായാലും പെട്ടെന്ന് തന്നെ എല്ലാ ഫീലിങ്സും വളരെ പെട്ടെന്നായിരിക്കും. ഹാപ്പിനെസ് പെട്ടെന്നായിരിക്കും, അതുപോലെ തന്നെ ദേഷ്യം വന്നാൽ അത് പെട്ടെന്നായിരിക്കും. അങ്ങനെ പെട്ടെന്നായിരിക്കും ഇവരുടെ ഒരു രീതികൾ. അപ്പൊ അത് നമ്മൾ അത് കൃത്യമായിട്ട് നോക്കി അത് അവർക്ക് അതിനുള്ള തെറാപ്പീസ് കൊടുക്കാവുന്നതാണ്. ആ രീതിയിൽ നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ജോലി, അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ്, അല്ലാതെ ഇപ്പോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോ പാരന്റ്സിന് അറിയാം, പാരന്റ്സ് ഒരുപാട് പേര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാതെ അവരുടെ എന്താണ് ഇൻട്രസ്റ്റ്, ഇപ്പോ ഓരോ വ്യക്തിക്കും അവരുടേതായ ചില ഇൻട്രസ്റ്റുകൾ ഉണ്ടാകും. അവരുടെ പ്രൊഫഷനായാലും ലൈഫിലായാലും അത്തരം കാര്യങ്ങൾ അവർക്ക് ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഈ ഒരു കാര്യം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് സമ്മതിക്കുമ്പോൾ അവർക്ക് ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക്
ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവില്ല. അതായത് മൾട്ടി ടാസ്കിങ് ഇവരെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവരെ ഫോക്കസ് ചെയ്യാനായിട്ട് ഇപ്പൊ ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന കുട്ടിയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് ഡ്രോയിങ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിനൊരു ആഭിമുഖ്യം കൊടുക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുകളുള്ള കുട്ടികളാണെങ്കിൽ അതിന് കൂടുതൽ ഇപ്പൊ പഠിക്കണം എന്ന് തന്നെ ഇല്ല. ഇപ്പൊ മ്യൂസിക് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ആ തരത്തിൽ കുട്ടീനെ ട്രെയിൻ ചെയ്യുക. അതുപോലെ ഡാൻസ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ആ തരത്തിൽ ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ആ കുട്ടീനെ എടുക്കുന്നത് ആ രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ADHD എന്ന അസുഖം കുഞ്ഞിനെ ബാധിക്കുമോ, ലൈഫിൽ ബാധിക്കുമോ എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ സമ്മർദ്ദം നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. ഒരുപാട് വഴക്ക് പറയാതിരിക്കുക. പണിഷ്മെന്റ് കൊടുത്തിട്ടൊന്നും ഈ ഒരു പ്രശ്നം മാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വഴക്ക് പറയാതിരിക്കാൻ നല്ല രീതിയിൽ കുഞ്ഞിനെ വളർത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അതേപോലെ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുമ്പോൾ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതേപോലെ ആയുർവേദ ചികിത്സകളും ഇതിന് വളരെ ഫലപ്രദമാണ്. അത്തരം ആയുർവേദ ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.